ചന്ദ്രമതി, ചന്ദ്രമതി. ഇവരുടെ കാര്യത്തിൽ ക്ഷമയ്ക്കപ്പുറം ഹൃദയം തുറന്ന് 2 വാക്ക് സംസാരിച്ചാൽ മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂടി ചേർന്ന് നിൽക്കുന്നതിന്റെ ശക്തിയും മഹത്വവും പഠിപ്പിച്ച 2 പേരാ. ഇവർക്കറിയാം എങ്ങനെയെല്ലാമാണ് പരിഹരിക്കേണ്ടത്, ഒരുമിക്കേണ്ടത് എന്നൊക്കെ. ഒരു മധ്യസ്ഥനും ഇല്ലാതെ തന്നെ ഇവർക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ പറ്റും. മാഡം, മാഡം റീത്ത് വയ്ക്കാൻ പോകുന്നുണ്ടല്ലോ. പോലീസിന് കൺഫർമേഷൻ കൊടുക്കാനാ? ഇല്ല, പോകുന്നില്ല. അല്ല, നമ്മുടെ പാർട്ടി നേതാവ് മരിച്ചിട്ട് അത് വാർത്തയാവും. അതിന് ഞാൻ മറുപടി പറഞ്ഞോളാം. പാർട്ടിയിലും ചർച്ചയാവും. അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? എന്താ മാഡം ആകെ വല്ലാതിരിക്കുന്നു? മാഡം പാർട്ടി പ്രവർത്തനം തുടങ്ങിയതൊക്കെ ബലരാമ സാറിനൊപ്പം ആയിരുന്നല്ലോ. സിദ്ധാർത്ഥൻ സാറാണ് ചെയ്തതെന്ന് പറയുന്നത് വാസ്തവാണോ? അതെ മാഡം, അങ്ങനെയാ റിപ്പോർട്ടുകൾ. പിന്നെ അദ്ദേഹം ഒളിവിലാണ്. മാഡം, ഒരു അനുശോചനക്കുറിപ്പ്. വേണ്ട, അതൊക്കെ ഞാൻ പറയാം. മാഡം, മാഡം ഇഞ്ചക്കാരൻ സാർ വിളിക്കുന്നു. എടുക്ക. ആ, ഹലോ സാർ. ആ, ശരി ശരി സാർ. മാഡം, വൈകുന്നേരം ഗാന്ധി പാർക്കിൽ അനുശോചന മീറ്റിംഗ് ഉണ്ട്. മാഡം വേണം ഉദ്ഘാടനം ചെയ്യാനെന്ന്. ഞാൻ പറയാം. അഷ്റഫ് ചെല്ല്. ശരി മാഡം. നിലവിലെ സാഹചര്യത്തിൽ ഒന്നും പറയാറായിട്ടില്ല. SP സാർ വരുന്നുണ്ട്. അദ്ദേഹം വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കും. എന്റെ അച്ഛൻ, ആ ക്രൂരൻ, അയാള് തന്നെയാ ബലരാമൻ സാറിനെ കൊന്ന. ബലരാമൻ സാർ എന്നെ സഹായിക്കുന്നു പേടി. അതിന്റെ ഒരു പകയായിട്ട് തന്നെയാ ഈ കടുംകൈ ചെയ്തേ. അദ്ദേഹത്തിന്റെ മുഖം എന്റെ കണ്ണീന്ന് മായുന്നില്ല. എന്നോട് അധികം സ്നേഹം കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ സ്നേഹമായിരുന്നു, ഉറപ്പാത്. അന്ന് ആദ്യം കുറെ നേരം എന്നെ തന്നെ നോക്കിയിരുന്നു. എന്നോടുള്ള സ്നേഹവും സഹതാപവും കൊണ്ടായിരിക്കണം. അവിടുന്ന് കാറി പോകുമ്പോഴും ഇവിടെ കാണുമ്പോഴും ഒക്കെ ഒരു വാത്സല്യം എവിടെയോ കണ്ടതാ. ഏതോ ഒരു നിമിഷം ഞാൻ അറിയാതെ ചിന്തിച്ചു പോവുകയും ചെയ്തിരുന്നു, അതുപോലൊരച്ഛനെ കിട്ടിയിരുന്നെങ്കിലെന്ന്. ഇപ്പൊ അയാള് എന്റെ അച്ഛനെന്ന് പറയുന്ന ക്രൂരൻ കൊന്നുകളഞ്ഞു ആ പാവത്തിന്. മോളെ, കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാതെ ഓരോന്ന് വെറുതെ വിളിച്ചു പറയാതെ. അയാളെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് എന്തറിയാൻ?
ജനിപ്പിച്ച കുഞ്ഞിനെ കൂലിക്ക് ആളെ വെച്ച് വളർത്താൻ ഏൽപ്പിച്ച ആളല്ലേ. അയാൾ എന്തും ചെയ്യും. സ്വന്തം മാന്യത കാക്കാൻ കൊല്ലു തിന്നു എന്തും ചെയ്യും. ഒന്ന് വെറുതെ ഇരിക്കും തനൂജ. സിദ്ധാർത്ഥ് സാറിന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഈ വീട് പട്ടിണിയാ. നിങ്ങൾ പട്ടിണി കിടക്കും, ഞാൻ പട്ടിണിയാവില്ല. ഞാൻ ചന്ദ്രോത്ത് കയറി ചെന്ന് താമസിക്കും. പഴയ പോലെ എന്നെ വരട്ടാൻ അവിടെ ആരും വരില്ല. പൊള്ളയ്ക്ക് കത്തി കയറുമെന്നറിയാം. നീ ഒന്ന് നാവടക്കി നിൽക്കുക തനുജേ. ഞാൻ അടങ്ങാൻ പോകുന്നില്ല. അയാളെ ജയിലിലടച്ചാലും DNA ടെസ്റ്റിന് വേണ്ടി ഞാൻ പുറത്തു കൊണ്ടുവരും. പിതൃത്വം തെളിയിപ്പിക്കും. അമ്മ ആരാണെന്ന് പറയിപ്പിക്കും. മതി, പിന്നെ ഞാൻ നോക്കിക്കോളാം. 14 വർഷക്കാലം ഇടയ്ക്കിടെ ജയിലിൽ ചെന്നായിരിക്കും കാണാൻ പറ്റുക. അത് ഞാൻ കണ്ടോളാം. നീ എന്താടാ ചെയ്തത്? നീ ഫോൺ തന്നെ. മിനിസ്റ്റർ ഞാനൊന്ന് വിളിക്കട്ടെ. അച്ഛാ പ്ലീസ്, തൽക്കാലം ആരുമായിട്ട് കോണ്ടാക്ട് വേണ്ട. നമ്പറൊക്കെ ട്രേസ് ചെയ്യുന്നുണ്ടാവും. അച്ഛൻ റൂമിൽ പോയിരിക്കും. ഞാൻ എന്തിനാണ് ഇവിടെ അടച്ചിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കുറ്റം ചെയ്യാത്തിടത്തോളം കാലം ആരെ പേടിക്കണം? എനിക്ക് പുറത്തു പോണം. അച്ഛാ 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 പ്ലീസ് അച്ഛാ, ഞാൻ കാല് പിടിക്കാം. നാട്ടുകാർക്ക് മുമ്പിൽ ഒരു കൊലയാളിയായി അച്ഛന് വിലങ്ങ് വെച്ചു കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. എടാ ഞാനൊന്ന് പറയട്ടെ. അച്ഛൻ തനുജയുടെ കേസ് ഒരു മരണത്തിൽ എത്തിക്കുക. മരിച്ചതാണെങ്കിൽ നമ്മുടെ ബലരാമനങ്ങളും. അതിന്റെ ഒരു ഷോക്കില്ല ഞാൻ. ആ കൊല നടത്തിയത് അച്ഛനാണെന്ന് കൂടി ആൾക്കാർ പറയുമ്പോ പേടിയാവുക. അച്ഛൻ എവിടെയും പോകുന്നില്ല, വിടില്ല ഞാൻ. അച്ഛാ വിഷമിക്കല്ലേ. ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ് മാഡം. ഹാഫ് ആൻ അവറിനുള്ളിൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. യെസ് മാഡം, ഞാൻ നോക്കിക്കോളാം. സിദ്ധാർത്ഥന്റെ ഭാര്യയും മകളും ഇവിടെ ഉണ്ടല്ലേ? മരുമകളാണ് സാർ. ഓ, മീര കേസിൽ ആദ്യം സംശയിച്ചിരുന്ന ദേവിക. ആ, ഈ കുടുംബങ്ങൾ തമ്മിൽ കുറച്ച് നാളായി പ്രശ്നങ്ങളുണ്ടല്ലേ? പ്രശ്നങ്ങളുണ്ടായിരുന്നു സാർ. പക്ഷേ ആ പ്രകാശ് മേനോനെ അറസ്റ്റ് ചെയ്തതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായത്. ദത്തൻ സാർ. സിദ്ധാർത്ഥൻ എവിടെയുണ്ടെങ്കിലും കസ്റ്റഡിയിലെടുക്കണം. യെസ് സാർ. പക്ഷേ ധൃതി വെച്ചൊരു ഇഷ്യൂ ഉണ്ടാക്കണ്ട. സാർ, അദ്ദേഹത്തെ ഇവിടെ ആളുകൾ റൂമിൽ അടച്ചിട്ടിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഇറക്കിക്കൊണ്ടുപോയെന്നാ പറയുന്നത്.
ഓ, ആളങ്ങനെ മറഞ്ഞിരിക്കാൻ വഴിയില്ല. എന്തായാലും വാച്ച് ചെയ്യണം. സർ. ലൊക്കേഷൻ നോക്കിക്കോണം. സർ. അതുപോലെ ഇവിടെയുള്ള സിദ്ധാർത്ഥന്റെ ഭാര്യയ്ക്കും മരുമകൾക്കും പ്രൊട്ടക്ഷൻ കൊടുക്കണം. സർ. ബലരാമന്റെ അണികളുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സർ, അവരെങ്ങോട്ടെങ്കിലും മാറ്റണോ? സേഫായ എങ്ങോട്ടെങ്കിലും? തൽക്കാലം വേണ്ട. പക്ഷേ ഏത് സാഹചര്യവും നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. യെസ് സർ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി എത്തുമ്പോൾ അണികളുടെ പ്രതിഷേധവും രൂക്ഷമാകും. ഒരു ശ്രദ്ധ വേണം. ഓക്കെ സർ. ഹലോ, ഞാനിവിടെ ഉണ്ട് മാഡം. ആ, ശരി ശരി. യെസ്, ഓക്കെ മാഡം. ഓക്കെ. മോളെ രജനി, മോളെ മോളെ നീ ഇങ്ങനെ കരയാതെ. രജനി, മുറിവൊക്കെ ഉണങ്ങി വരുന്നതേ ഉള്ളൂ. ശരീരം ഇങ്ങനെ ഇളക്കിയ ബുദ്ധിമുട്ടാകും. എനിക്ക് അച്ഛനൊന്ന് കാണണം ഗിരി. അച്ഛൻ എവിടെയുണ്ട്? അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ. എനിക്ക് അച്ഛനെ കാണണം. വ്യക്തമായ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല രജനി. പക്ഷേ തെളിവോടെയാ ആൾക്കാർ അച്ഛനെ കണ്ടിരിക്കുന്നത്. എന്താ സംഭവിച്ചെന്ന് നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ബലരാമനങ്ങൾ മരിക്കാൻ പാടില്ലായിരുന്നു. അച്ഛനത് ചെയ്യും. ഇല്ല, ഒരിക്കലും അച്ഛൻ അത് ചെയ്യില്ല. തനുജ വിഷയത്തിൽ എന്നേക്കുമായി ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് സാർ പറഞ്ഞിരുന്നു. അങ്ങനെയാണോ അച്ഛൻ? മോളെ വിഷമിക്കാതെ. അമ്മയും ദേവികയും അങ്ങളുടെ വീട്ടിലാണെന്നല്ലേ പറഞ്ഞ്? അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ആവില്ലേ? അപ്പൊ അമ്മ അവിടെ നിൽക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഗിരി ഒന്ന് അങ്ങോട്ട് ചെല്ലാവോ? ആ, നന്ദൻ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. ആരെങ്കിലും വന്നിട്ട് ഞാൻ പോയിക്കോളാം. അതുപോലെ നമ്മളൊക്കെ ഇപ്പൊ പുറത്തിറങ്ങുന്നത് ബുദ്ധിയല്ല. ഗിരി, എന്നേക്കുമായി പരിഹാരം ഉണ്ടാക്കാന്ന് അച്ഛൻ ഉദ്ദേശിച്ചത് ഇതെന്താണോ? ഞാൻ പറഞ്ഞേ ഉള്ളൂ. യാഥാർത്ഥ്യം എന്താന്ന് നമുക്കറിയില്ലല്ലോ. മോളെ കരയല്ലേ രജനി? മോളെ നന്ദന. ഹലോ നന്ദ, എന്താടാ? സിദ്ധു അങ്കിൾ സേഫ് അല്ലേ? എടാ, അച്ഛനോട് പിടിച്ചു നിർത്തിയിരിക്കുക, ഏതാണ്ട് അടച്ചിട്ടിരിക്കുന്ന പോലെ. ആ, അതേതായാലും നന്നായി. എടാ, അച്ഛൻ ബലരാമനങ്ങളുടെ വീട്ടിൽ പോകണമെന്ന് വാശി പിടിക്കുക. ഏയ്, ഒരിക്കലും സമ്മതിക്കരുത്. വലിയൊരു ആപത്തായിരിക്കും നടക്കാൻ പോകുന്നത്. അങ്കിളിനെ ഒരു കാരണവശാലും വിടരുത്. ഇല്ല, ഞാനിവിടെ കാവൽ നിൽക്കല്ലേ. എന്താ സംഭവിച്ചതെന്ന് അങ്കിള് സൂചന വല്ലതും തന്നോ? ഇല്ല, അതൊന്നും പറയാനുള്ള മാനസികാവസ്ഥയിലല്ല അച്ഛൻ. എടാ, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന പോലെ തോന്നുന്നു മുരളി. നന്ദ, ധൈര്യം കൈവിടരുത്. ഉറച്ച മനസ്സോടെ നിൽക്കണം. അതിരിക്കട്ടെ, പ്രഭാന്റിയും ദേവികയും അവിടെ തേവക്കാട്ടല്ലേ? അവരവിടെ നിൽക്കുന്നത് പന്തിയല്ല. അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയെന്ന് അറിയില്ല. ഞാനിവിടെ നിന്നേ പറ്റൂ. അവിടെ അമ്മയും ദേവിക്ക് നല്ല ടെൻഷനിലായിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് പോയി വിവരം പറയാം. ആ ശരി. നീ ടെൻഷൻ ആവണ്ട. കാര്യങ്ങൾ അറിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി, എന്നാ നീ ഒന്ന് പെട്ടെന്ന് പോവോ? ആ, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. ആ. കാര്യങ്ങൾ വലിയ കുഴപ്പത്തിലേക്ക് നീങ്ങല്ലേ മുരളേട്ട? അതെ, എന്ത് സംഭവിക്കാം. ഞാനേ ഒന്ന് തേവക്കാട് വരെ പോയിട്ട് വരാം. മുരളേട്ട വേണ്ട, അമ്മ പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ.
ഈ പ്രശ്നത്തിന്റെ ഇടയിൽ എങ്ങും പോണ്ടെന്നല്ലേ പറഞ്ഞ്? അല്ല, ഞാനിപ്പോ പോയില്ലെങ്കിൽ അമ്മയോട് വേണേ പറഞ്ഞിട്ട് പൊയ്ക്കോ, ഇല്ലെങ്കിൽ അമ്മ തിരക്കി അങ്ങോട്ട് വരും. ചന്ദ്രമതി ഒരിക്കലും സിദ്ധു ഈ രീതിയിൽ ചിന്തിക്ക പോലുമില്ല. ഇതൊരു തെറ്റിദ്ധാരണ. സിദ്ധുവാണെന്ന് ചെയ്തതെന്നുള്ളത് ആരോപണം മാത്രമോ? മിണ്ടരുത്, മിണ്ടിപ്പോവരുത്. നീ കയ്യിലെ തോക്കുമായി ബാലുവിന്റെ അടുത്ത് അവൻ നിന്നത് നാട്ടുകാർ കണ്ടതല്ലേ? എന്നിട്ട് മോൻ വന്ന് രക്ഷിച്ചോണ്ട് പോയതല്ലേ? അവൻ എവിടെ പോയാലും അവനെ നിനക്കിനി ഒരിക്കലും കാണാൻ പറ്റില്ല. ചന്ദ്രമതി, അയ്യോ, എന്റെ ബാലുവിനെ കൊന്നിട്ട് ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. നിന്റെ ഭർത്താവ് അവൻ പക തീർത്തതാ. കൃത്യസമയം നോക്കി അവൻ പകരം വീട്ടി. ആ തനുജയെ ഏറ്റെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതിന് പകരം വീട്ടിയതല്ലേ ബാലുവിനോട്? അല്ലേ? ദുഷ്ടൻ. ആന്റി, ഒരിക്കലും അച്ഛൻ അങ്ങനെ. നിന്റെ ഒച്ച കേട്ടു പോവരുത്. ഇറങ്ങി പോടി. ബാലുവിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് നീ ഒറ്റ ഒരുത്തിയാ. നീയാ ബാലുവിനെ നിർബന്ധിച്ച് ദത്തെടുക്കാൻ. അവസാനം എല്ലാരും കൂടി കൊന്നു കളഞ്ഞില്ലേ എന്റെ ബാലുവിനെ? എന്താ എന്റെ പറയുന്നത്? കൊന്നു കളഞ്ഞില്ലേ എന്റെ ബാലുവിനെ? കുടിപ്പിച്ച് ബോധം കെടുത്തി അവൻ കൊന്നു. പരമദുഷ്ടൻ. അവൻ എവിടെ ചെന്ന് ഒളിച്ചാലും ശരി, രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇല്ല, അവനെ വിടില്ല ഞാൻ. സിദ്ധാർത്ഥൻ അവൻ എവിടെ പോയാലും എന്റെ ത്യാഗരാജൻ അവനെ തീർക്കും. അവനിങ്ങ് വരട്ടെ, ത്യാഗരാജൻ വരട്ടെ.